വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ മറ്റൊരു കാര്യം CPM ആണ് അല്പമെങ്കിലും ഭേദം എന്നുള്ളതാണ്. പക്ഷേ CPM വേണ്ട പരിഗണന ഈഴവർക്ക് കൊടുക്കുന്നുണ്ടോ? CPM ആണ് ഭേദം. കാരണം CPM ഈഴവ സമുദായത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ആ പാർട്ടിയുടെ തന്നെ നിലനിൽപ്പ്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പിൻബലം എന്ന് പറയുന്നത് ഈഴവരും മറ്റ് പിന്നാക്ക സമുദായങ്ങളും പിന്നെ പട്ടികജാതി വിഭാഗങ്ങളുമാണ്. അതാണ് നായർ സമുദായത്തിൽ നിന്ന് ഉള്ള പിന്തുണ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് കിട്ടും എന്നവർ ആഗ്രഹിക്കുന്ന പിന്തുണ, മുസ്ലിം സമുദായത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണയൊക്കെ വളരെ ശോചനീയമായ വിധം പരിതാപകരമാണ്. അതൊക്കെ വളരെ ചെറിയൊരു ഭാഗമേ ഉള്ളൂ. പക്ഷേ CPM പലപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സവർണ സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് സമുദായത്തിൽ നിന്ന് വരുന്ന ആളുകളെ ഈഴവർക്ക് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ പരിഗണിക്കും. അമ്പലപ്പുഴയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. ആലപ്പുഴയിൽ അല്ലെങ്കിൽ ചേർത്തലയിൽ, അതുമല്ലെങ്കിൽ അരൂർ മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഈഴവരായ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നില്ല? അവർക്ക് സീറ്റ് കൊടുക്കുന്നില്ല. ഹരിപ്പാട് മണ്ഡലത്തിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈഴവരായ ചെറുപ്പക്കാർക്ക് മനസ്സ് മടുക്കും. ഇപ്പോൾ ചേർത്തലയിൽ കഴിഞ്ഞ CPM ഒരു പ്രമുഖ നേതാവ് പെട്ടെന്ന് ഒരു ദിവസം BDJS ആയിട്ട് മാറി. അദ്ദേഹം ചേർത്തല മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്തു. അദ്ദേഹം കുറേ അധികം വോട്ട് പിടിച്ചു. അരൂർ എന്ന് പറയുന്നത് ഈഴവർക്ക് വലിയ പ്രാമുഖ്യമുള്ള മണ്ഡലമല്ലേ. അരൂർ CPM സ്ഥാനാർത്ഥിയാണ് ഡെലീമ ജോജോ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാരാണ് ഷാനിമോൾ ഉസ്മാൻ. ഇതെന്തുകൊണ്ട് സാധിക്കും? മറ്റൊരു സമുദായത്തിന് പ്രാമുഖ്യമുള്ള മണ്ഡലത്തിലാണെങ്കിൽ ഇങ്ങനെ സീറ്റ് കൊടുക്കാൻ പറ്റുമോ? കൊടുത്താൽ ആളുകൾ സമ്മതിക്കൂ? അങ്ങനെ സംഭവിക്കില്ല. അല്ല പാലയിലോ കാഞ്ഞിരപ്പള്ളിയിലോ, അല്ല പാലയിലോ അല്ലെങ്കിൽ മറ്റേ കാഞ്ഞിരപ്പള്ളി ഒരു ഹിന്ദു മെജോറിറ്റിയുള്ള മണ്ഡലമാണ് ഇപ്പോൾ. പാലയിലോ പൂഞ്ഞാറിലോ അങ്ങനെ സീറ്റ് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മലപ്പുറത്തോ മഞ്ചേരിയിലോ അങ്ങനെ സീറ്റ് കൊടുക്കും? ഒരിക്കലും കൊടുക്കില്ല, കൊടുക്കാൻ പറ്റില്ല. ഇവിടെ രണ്ട് മുന്നണികളും ഇങ്ങനെ മതേതരന്മാരായി മാറി ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥികളെ കൊണ്ടുവച്ചു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സീറ്റ് കൊടുക്കുന്നത് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. 2016 തെരഞ്ഞെടുപ്പ് തൃശ്ശൂർ ജില്ലയിൽ, തൃശ്ശൂർ ഈഴവർക്ക് വലിയ പ്രാമുഖ്യമുള്ള ജില്ലയാണ് തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിൽ CPM സീറ്റ് വീതം വെപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സീറ്റുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾക്കെങ്കിലും ഒരു സീറ്റ് കൊടുത്തില്ലെങ്കിൽ അത് പാർട്ടിക്ക് വലിയൊരു കുറച്ചിലാവും എന്ന് തോന്നിയതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് കണ്ടുപിടിച്ച് കൊടുക്കുന്നത് മത്സരിപ്പിക്കണം. അത് പ്രൊഫസർ KU അരുണൻ. അദ്ദേഹം SM കോളേജിൽ അധ്യാപനമായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. വലിയ നേതാവൊന്നുമില്ല, പക്ഷേ അവിടെ സാമാന്യം പേരുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനം. അദ്ദേഹത്തെ കുളിപ്പിച്ച് പൗഡറിടിപ്പിച്ച് ഇരിങ്ങാലക്കുടയിൽ സ്ഥാനാർത്ഥിയാക്കുകയാണ്. അദ്ദേഹം ജയിക്കാൻ വേണ്ടി മത്സരിച്ചല്ല, അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി മത്സരിപ്പിച്ചതുമല്ല. ജയിക്കാൻ വല്ല സാധ്യത ഈ പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാർ നിന്നേനെ. പക്ഷേ അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് നിന്നപ്പോൾ ആണ് ഈ BDJS ഉണ്ടാകുന്നതും അന്യത തോമസ് ഉണ്ണിയാടിന് കിട്ടാവുന്ന വോട്ടുകൾ കുറേ അധികം ഈ അവിടെ സ്ഥാനാർത്ഥിയുടെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച SNDPയുടെ യൂണിയൻ പ്രസിഡൻറ്റിന് കിട്ടുകയും ചെയ്തത്. അങ്ങനെയാണ് അരുണൻ മാഷ് ജയിച്ചത്. അരുണൻ മാഷ് അല്ലെങ്കിൽ ഒരാളും ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പലപ്പോഴും പല ജില്ലകളിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഉണ്ണികൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിയാക്കും. വൈപ്പിൻകരയിൽ ഉണ്ണികൃഷ്ണന് സീറ്റ് കൊടുക്കുന്നത് ഈഴവ സമുദായത്തിൽ നിന്ന് ഒരാൾക്കെങ്കിലും ഒരു സീറ്റ് കൊടുക്കണ്ടേ എന്ന് വിചാരിക്കും. സീറ്റ് കൊടുത്താൽ ഉണ്ണികൃഷ്ണൻ്റെ പൊട്ട ഭാഗ്യം കൊണ്ട് അദ്ദേഹം ജയിച്ചു 2 തവണ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇത് സമുദായത്തിനുള്ള പരിഗണന പ്രാതിനിധ്യമൊന്നുമല്ല. ഈഴവരധികമുള്ള പറവൂർ മണ്ഡലത്തിലോ അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലോ ഈഴവർക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല. തൃപ്പൂണിത്തുറയിൽ സ്വരാജ് മത്സരിക്കും, അല്ലെങ്കിൽ പറവൂർ മണ്ഡലത്തിൽ നിക്സം മത്സരിക്കും. അപ്പോൾ അവിടെയൊന്നും സീറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സീറ്റ് കൊടുക്കണ്ടേ. അങ്ങനെയാണ് അന്വേഷിച്ച് പിടിച്ച് കറങ്ങി തിരിഞ്ഞ് വൈപ്പിൻ എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി വരും. ഇത്രേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു ജില്ലയിൽ ഒരാൾക്കാർക്ക് ചിലപ്പോൾ കിട്ടും. ആലപ്പുഴ ജില്ല നോക്കും, ആലപ്പുഴയിൽ ഉള്ളത്രയും ഈഴവർ വേറെ ഏതെങ്കിലും സ്ഥലത്തും അവസാനം തിരഞ്ഞു പിടിച്ച് കുട്ടനാട്ടിലോ അമ്പലപ്പുഴയിലോ ഹരിപ്പാട്ടോ അല്ലെങ്കിൽ അരൂരോ ആലപ്പുഴയിലോ ഒന്നും സീറ്റ് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ കായംകുളത്ത് ഒരു സീറ്റ് കൊടുക്കും. കായംകുളം ജയിക്കും. അങ്ങനെ ഒരു MLA ഉണ്ടാവും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈഴവർക്ക് ഇത്രയൊക്കെ മതി എന്നൊരു തോന്നൽ എല്ലാ പാർട്ടിക്കും ഉണ്ട്. അതിൻ്റെ കാരണം വെള്ളാപ്പള്ളി നടേശനടക്കം ആലോചിക്കേണ്ടതാണ് എന്തുകൊണ്ട് ഈ ഒരു സമുദായത്തോട് ഇങ്ങനെ ചെയ്യാൻ ആളുകൾക്ക് ധൈര്യം വരുന്നു. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. പണ്ട് ഈ KP ധനപാലൻ തന്നെ, ധനപാലൻ ആദ്യം ഞങ്ങളുടെ ചാലക്കുടി മെമ്പറായിരുന്നു. ചാലക്കുടിയിൽ അദ്ദേഹത്തെക്കുറിച്ച് നല്ല മതിപ്പുള്ള സമയവുമാണ്. അദ്ദേഹം വീണ്ടും മത്സരിക്കുകയും ജയിക്കുമായിരുന്നു. പക്ഷേ 2014 അദ്ദേഹത്തെ
അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത നമ്മുടെ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് മാറ്റും. പകരം പി സി ചാക്കോ ചാലക്കുടിയിൽ ഒന്ന് മത്സരിക്കും.